നമ്മുടെ രക്ഷയുടെ മഹത്വം, പ്രാധാന്യം എന്ന് പറയുന്നത് നാം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നുവോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ഒരു വിശ്വസ്തയോടെയുള്ള, നന്ദിയോടെയുള്ള ഒരു ജീവിതം സാധ്യമാവുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് നമ്മൾ അത്ര ഗൗരവമായിട്ടൊന്നും അങ്ങനെ ചിന്തിക്കാറോ അതിനെക്കുറിച്ച് പ്രശംസിക്കാറോ ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്ക് പലപ്പോഴും പ്രശംസിക്കുവാനായിട്ട് ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും ആണ് എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, വിശ്വാസികളിൽ നിന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ തന്നെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ലോകത്തിൽ ലഭിച്ചതായ കാര്യങ്ങളൊക്കെ ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ള നിലയിൽ അവരെ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പുകഴുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളായിട്ടിരിക്കുന്നു. അതെല്ലാം ദൈവം നൽകിയതാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം നൽകിയതാണോ എന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ പൊതുവായിട്ടുള്ള കൃപയിൽ ലോകത്തിലെല്ലാവർക്കും ജാതി, മത, വർഗ ഭേദമന്യേ എല്ലാവർക്കും പൊതുവായിട്ടുള്ള കൃപകൾ ദൈവം കൊടുക്കുന്നുണ്ട്. ദൈവമക്കൾക്ക് മാത്രമല്ല ഈ ലോകത്തിലെ നന്മകളൊക്കെയും ലഭിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ദൈവത്തെ സ്തുതിക്കേണ്ടത്, അവർ സന്തോഷിക്കേണ്ടത് ദൈവം നൽകിയതായിട്ടുള്ള ആ വീണ്ടെടുപ്പിനെ ഓർത്താണ്. നമുക്കറിയാം, സ്വർഗത്തിലെ ദൂതന്മാർ, ഇതിനു മുമ്പ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തിലെ ജീവികളും മൂപ്പന്മാരും 1000 10,000 ദൂതന്മാരും കുഞ്ഞാട് അറുക്കപ്പെട്ടു സകല ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും അനേകരെ വിലയ്ക്ക് വാങ്ങി. എണ്ണിക്കൂടാത്ത പുരുഷാരം ദൈവസന്നിധിയിൽ അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷ വിഷയം എന്ന് പറയുന്നത് കുഞ്ഞാട് അറുക്കപ്പെട്ടത് വഴിയും ആ കുഞ്ഞാടിൻ്റെ ആ യാഗവും അതുവഴി നേടിയെടുത്തതായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളെയും കുറിച്ചാണ്. അത് എത്രയോ സന്തോഷമുള്ളൊരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലനും അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാനായിട്ട് ഇടവരരുത്. പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രശംസ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ലോകത്തിൽ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്, ആരോഗ്യത്തിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്, വിദ്യാഭ്യാസത്തിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ നമുക്ക് വചനത്തിൽ എൻ്റെ കഷ്ടതകളിലും ബലഹീനതകളിലും പ്രശംസിക്കും എന്ന് പറയുന്നതായ പൗലോസ് അപ്പോസ്തലനെ കാണാം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ക്രൂശിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള ദൈവമക്കളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ മുഖാന്തരം എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ഈ രക്ഷയെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. നമുക്കറിയാം, പഴയ നിയമ പുസ്തകത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കർത്താവിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചും കർത്താവ് നമ്മെ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ധാരാളം പ്രവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രവചനങ്ങൾ നടത്തിയതായിട്ടുള്ള അന്നത്തെ പ്രവാചകന്മാർ അവർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചു. ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം തന്നെ ഒരു മനുഷ്യനായി അവതരിച്ച് ആ മനുഷ്യനിലൂടെ ദൈവവുമായിട്ടുള്ള ആ കർത്താവിലൂടെ
ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് യഥാസ്ഥാനം എന്ന് പറയുന്നത് അത് എപ്പോഴാണ് അത് സംഭവിക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ളത് അവർ ആരാഞ്ഞ് അന്വേഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെ മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അപ്പോൾ കർത്താവിൻ്റെ മരണവും അതിനുശേഷം പിൻവരുന്നതായിട്ടുള്ള ആ മഹത്വവുമൊക്കെ അവർ ഇതെന്ന് ആർക്ക് ഞങ്ങളുടെ ആയുസ്സിൽ ഈ രക്ഷകനെ ഈ മിശിഹായെ കണ്ടെത്തുവാനായിട്ട് കഴിയുമോ എന്നുള്ളതൊക്കെ അവർ പ്രവചിച്ചപ്പോൾ ആ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ അവർ ആരാഞ്ഞു നോക്കി എന്ന് നമ്മൾ വായിക്കുന്നു. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവര് ലോകത്തോട് പ്രസംഗിച്ചതായിട്ടുള്ള ഈ സുവിശേഷം അതാണ് യഥാർത്ഥത്തിൽ അവര് മുൻകൂട്ടി പ്രവചിച്ചതായ പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചതും അവർ ആകാംക്ഷയോടെ അവരുടെ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയുമോ എന്നാഗ്രഹിച്ചതായിട്ടുള്ള ആ സന്ദേശം, ആ മെശിഹ, ആ ക്രിസ്തു, അത് ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞ് നോക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവദൂതന്മാര് നമ്മളുടെ സേവകാത്മാക്കളായി ദൈവം അയക്കുന്ന ദൂതന്മാരാണ്, സേവകാത്മാക്കളാണ്. അവർ പോലും ഈ ഒരു രക്ഷയിലേക്ക് അവര് കുനിഞ്ഞ് നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അവരങ്ങനെ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് സ്പഷ്ടമായിട്ട് പറഞ്ഞില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ഭാവനയിൽ ചിലതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെടുന്നതായ ഒരു ദൈവ പൈതലിന് സ്വർഗത്തിലുള്ളതായ സ്ഥാനം കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് അവര് സ്വർഗത്തിലെ സകല അവകാശങ്ങൾക്കും അവര് അവകാശികളായി തീരുന്നതായിട്ടുള്ള ആ മഹത്വമേറിയ അവസ്ഥ അത് കണ്ടപ്പോൾ ദൂതന്മാർക്ക് തോന്നിക്കാണും, അയ്യോ, ഈ പാപികളായ ദോഷികളായ നിഷ്ഠൂരന്മാരായിട്ടുള്ള ഈ മനുഷ്യരെ ദൈവം വീണ്ടെടുത്ത് എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയാണ് കൊടുക്കുവാനായിട്ട് പോകുന്നത്. അവർ നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ ദൂതന്മാർ പാപം ചെയ്ത് പിശാചിൻ്റെ ഒരു വർഗവുമായിട്ട് ആദിയിൽ തീർന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ദൈവത്തോടു കൂടിയുള്ള ദൂതന്മാർ നമുക്ക് വരുന്നതായിട്ടുള്ള ഈ വലിയ മഹത്വം കാണുമ്പോൾ അതിലേക്ക് നോക്കുവാൻ അവർ ആഗ്രഹിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് അതിലേക്ക് യാതൊരു പ്രവേശനവുമില്ല എന്നുള്ളതാണ്. ഇത് പ്രവചിച്ച പ്രവാചകന്മാരും ഈ ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് യാഥാർത്ഥ്യമാകുവാനായിട്ട് പോകുന്നു, ഈ സത്യം എന്ന് യാഥാർത്ഥ്യമാകുവാനായിട്ട് പോകുന്നു എന്ന് അവരും അന്വേഷിച്ചു. എന്നാൽ അത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് നമുക്ക് വേണ്ടിയാണ് എന്ന് ക്രിസ്തുവിൻ ആത്മാവ് അവരെ ധരിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഈ ഒരു കാര്യം ഈ വിശ്വാസികൾക്ക് എഴുതിക്കൊണ്ട് പ്രബോധിപ്പിക്കുന്നത്? നമ്മുടെ രക്ഷ ഒരു വലിയ വിലയേറിയ ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ തന്നെ മനുഷ്യൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ആർക്കും കൊടുത്തു വിട്ടുവാനായിട്ട് കഴിയുന്നതല്ല. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഒരാൾക്ക് പോലും, ഒരു മനുഷ്യൻ്റെ പോലും പാപത്തിന് പരിഹാരമുണ്ടാക്കുവാനോ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി നിന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുവാനോ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അത് ചെയ്യുവാനായിട്ട് ഇന്ന് ലോകത്തിലേക്ക് വന്ന ഏക മധ്യസ്ഥൻ, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെയൊരു കാര്യം ഇവിടെ പറയുന്നത്? വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ വില, അവരുടെ ആത്മരക്ഷയുടെ വില, അത് ദൂതന്മാർ പോലും പ്രവാചകന്മാർ പോലും അത് അറിയുവാനായിട്ട് ആഗ്രഹിച്ച് ആകാംക്ഷയോടെ നിൽക്കുന്നു എന്നുള്ളതായുള്ളൊരു യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്
ഈ ലോകത്തിലുള്ളതായ കഷ്ടങ്ങളും നിന്ദകളും പരിഹാസങ്ങളും വേദനകളുമൊക്കെ അവർക്ക് സഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെയേറെ അധ്വാനിച്ച് പഠിക്കുന്നവരാണ്. അവരെന്തിനാണ് അവർ ഉറക്കവും ഊണും ഒക്കെ കളഞ്ഞ് അവർ അധ്വാനിച്ച് പഠിക്കുന്നത്? ആ പഠനം കഴിഞ്ഞിട്ട് അവർക്ക് അതുകൊണ്ടൊരു ജീവിതമാർഗം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ അധ്വാനം. ഒരു കൃഷിക്കാരൻ വെയിലും മഴയും കൊണ്ട് അധ്വാനിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അവിടെയും അതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നതായിട്ടുള്ള നന്മ അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഓർത്തിട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവമക്കൾക്ക് അവരുടെ വിശ്വാസത്തിൽ ഏത് കഷ്ടതയുടെ നടുവിലും നിലനിൽക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അവർക്ക് ലഭിക്കുവാനായിരിക്കുന്ന ആ വലിയ പ്രത്യാശയെക്കുറിച്ച് അവർക്ക് ഉറപ്പുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പിന്നെ പത്രോസ് അപ്പോസ്തലൻ തുടരുന്നത് 13 മുതലുള്ള വാക്യങ്ങളിൽ, ആകയാൽ എന്തുകൊണ്ട് ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവാചകന്മാർ ആരാഞ്ഞന്വേഷിച്ചിട്ട് അവരുടെ കാലഘട്ടത്തിലല്ലെന്ന് മനസ്സിലാക്കിയ ആ വലിയ ആ രക്ഷ, നിത്യരക്ഷ, ആ വീണ്ടെടുപ്പ്, അതൊക്കെയും അത്ര ശ്രേഷ്ഠമാകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് വരുവാനിരിക്കുന്നതായിട്ടുള്ള ഒരു കൃപയുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം അല്ലേ, കർത്താവ് വരുമെന്ന് നമുക്കറിയാം, നമ്മളെ ചേർക്കുമെന്നൊക്കെ അറിയാം, നമുക്കവിടെ പ്രതിഫലങ്ങൾ നൽകും എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മളുടെ പൂർണ്ണ പ്രത്യാശ ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയിലാണോ? അവിടെ പൂർണ്ണ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവരെ ഒട്ടും സ്വാധീനിക്കുകയില്ല. അനേകം ആളുകളും വിശ്വാസം വിട്ടു പോവുകയും നിരാശപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവരുടെ പൂർണ്ണ പ്രത്യാശ ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിലല്ല. അവരുടെ പ്രത്യാശയുടെ വലിയൊരളവും അവർ വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ലോകത്തിലെ സമ്പത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ആളുകൾക്ക് സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് നിരാശയുണ്ടാകും. ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളിലൊക്കെ പ്രത്യാശ വെച്ചിരിക്കുന്ന ആളുകൾ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് നിരാശയുണ്ടാകും. ആരോഗ്യത്തിലും സൗന്ദര്യത്തിലുമാണ് നമ്മളുടെ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ, ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ കേവലം കൃമിക്ക് ഇരയായിത്തീരുന്നതായ ഒരു സാഹചര്യം വരും. അതിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യർ പോലുമില്ല. നമുക്കെന്ത് പ്രത്യാശയാണ്, നമുക്കെന്ത് ആശയാണ് ഈ ലോകത്തിലുള്ള എന്തിലെങ്കിലും വയ്ക്കുവാനായിട്ട് കഴിയുന്നത്? നമുക്കറിയാം, വളരെ സങ്കടകരമായ കാര്യമാണ് വയനാട്ടിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നത്. എത്രയോ പ്രതീക്ഷകൾ കെട്ടിപ്പൊക്കിയതായിട്ടുള്ള അനേകരുടെ അവർക്ക് ഒരു നിമിഷം അവരുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. ഒന്ന് ഉണർന്നൊന്ന് കരയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ അനേകരും മരണത്തോട് ചേർന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്നത് ഒന്നും ശാശ്വതമല്ല. നാം എന്തെല്ലാം ഈ ലോകത്ത് നേടിയാലും കർത്താവ് പറഞ്ഞത് സർവ്വലോകവും നേടിയാലും, നമുക്കറിയാം ഈ ലോകം മുഴുവൻ നേടുവാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുകയില്ല അല്ലേ? കഴിയുമോ? ആരെ കൊണ്ടെങ്കിലും കഴിയുമോ? ഈ സർവ്വലോകവും നേടുവാനായിട്ട് ആരെ കൊണ്ടും കഴിയുകയില്ല. ഇനി അങ്ങനെ നേടി എന്നതിനെ വിചാരിച്ചോളൂ, സർവ്വലോകവും നേടി എന്നതിനെ വിചാരിച്ചോളൂ. ഒരു ആശയമായി അല്ലെങ്കിൽ ഒരു സങ്കല്പമായി ഞാൻ ഈ സർവ്വലോകവും നേടി. ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? നിത്യമായ നാശത്തിലേക്ക് നമ്മൾ വഴുതിപ്പോയി കഴിഞ്ഞാൽ ഈ സർവ്വലോകവും നേടിയിട്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യാശ, പൂർണ്ണ പ്രത്യാശ എവിടെ വെക്കണം? ആ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെയാണെങ്കിൽ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ആത്മാവിൻ്റെ ഒരു നങ്കൂരം എന്ന് നമ്മൾ വായിക്കുന്നു. ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക്
നമ്മുടെ ഈ ലോകത്ത് നാം കാണുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾക്കൊക്കെയും അപ്പുറത്തേക്ക്, തിരശീലയ്ക്ക് അപ്പുറത്തേക്ക്, ഈ ലോകത്തിൻ്റെ ജീവിതത്തിനപ്പുറത്തേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിലാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ, അവിടെയാണ് നമ്മുടെ ആശയെങ്കിൽ, ഒന്നും ഈ ലോകത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യവും നമ്മളെ നിരാശപ്പെടുത്തുകയില്ല. അല്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്കൊരു വിശ്വാസ ജീവിത യാത്ര സാധ്യവുമല്ല. ഈ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇവിടെയാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയുമെങ്കിൽ ഒരിക്കലും ഈ ലോകത്തിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. പിന്നെ പേരിനൊക്കെ നമുക്ക് മീറ്റിങ്ങുകൾക്ക് പോവുകയോ ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം സാധ്യമാണ്. അങ്ങനെയാണ് അനേകരും ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. വീണ്ടും ഇത് പറയുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായിട്ടുള്ള ചില വാക്കുകൾ നമുക്ക് വായിക്കുന്നത് നല്ലതാണ്. പത്രോസ് അപ്പോസ്തലൻ വായിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ തന്നെ 3-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒരു വളരെ നീളമുള്ള ഒരു വാചകമാണ്. എന്താണ് കർത്താവ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്? കർത്താവ് നമ്മളോട് കാണിച്ച ഒരു കരുണാധിക്യത്തെ കുറിച്ചാണ്. ദൈവത്തിന് മനുഷ്യനോട് വലിയ കരുണയുണ്ടായി. ആ കരുണയുണ്ടായപ്പോൾ എന്താണ് മനുഷ്യന് വേണ്ടി ദൈവം ചെയ്തത്? അവരുടെ ഈ ലോകത്തിലെ എല്ലാ ഭൗതിക ജീവിത സാഹചര്യങ്ങളും നന്നാക്കി കൊടുത്തു. അവർക്ക് വളരെ സുഖമുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ കൊടുത്തു എന്നാണോ? ദൈവത്തിൻ്റെ കരുണയുടെ ആധിക്യം മനുഷ്യനോട് ദൈവം കാണിച്ചപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. കണ്ടോ, നമുക്ക് ദൈവത്തിൻ്റെ കരുണയുടെ ആധിക്യം ലഭിച്ചപ്പോൾ നമുക്ക് കൈവന്നതായിട്ടുള്ള നന്മ എന്ന് പറയുന്നത് ജീവനുള്ള ഒരു പ്രത്യാശ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് ജീവനുള്ളത്? കാരണം ആ പ്രത്യാശയിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവിക ജീവനിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ആ ദൈവിക ജീവനിൽ നമുക്ക് ലഭിച്ച പങ്കാളിത്തം അതിൻ്റെ ഫലമായിട്ടുള്ളതും അതുമാത്രവുമല്ല, അത് ജൈവികമാണ്, അത് ഒരിക്കലും നശിച്ചു പോകുന്നതല്ല, അത് നിത്യമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. ജീവനുള്ള പ്രത്യാശ എന്ന് നമുക്ക് ഈ ലോകത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. അത് ദൈവിക ജീവനിൽ അധിഷ്ഠിതമാണ്. ദൈവം അത് നമുക്ക് നൽകുന്നതായിട്ടുള്ള നിത്യജീവനിൽ അധിഷ്ഠിതമാണ്. ആ ദൈവിക ജീവനിലുള്ള പങ്കാളിത്തത്തോടുകൂടി നമുക്ക് ഉറപ്പായും ദൈവം സ്വർഗത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതൊരു ജീവനുള്ള പ്രത്യാശയാണ്. ഈ ലോകത്തിലുള്ള നമ്മളുടെ പ്രതീക്ഷകളൊന്നും ജീവനുള്ളതല്ല. അതൊക്കെ അതിൽ തന്നെ നശിച്ചു പോകുന്നതും നിന്നു പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജീവനുള്ള ഒരു പ്രത്യാശയ്ക്കായിട്ട് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഈ ലോകത്തോടനുബന്ധിച്ച് ഈ ലോകത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് ആണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഈ ലോകത്തിലുള്ളത്. അങ്ങനെയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, അതിനല്ല ആ ദൈവം തൻ്റെ വലിയ കരുണ നമ്മളോട് കാണിച്ചത്. അത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ആ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്നതായിട്ടുള്ള രക്ഷയാണ് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ കാക്കപ്പെടുന്നത് എന്തിനാലാണ്? രണ്ട് കാര്യങ്ങളുണ്ടല്ലേ. എന്തിനാലാണ് നാം ഈ ലോകത്തിൽ കാക്കപ്പെടുന്നത്? നമ്മളുടെ ബലമാണോ, നമ്മുടെ ധൈര്യമാണോ, നമ്മുടെ ഉറപ്പാണോ? അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന് വിശ്വാസം, നമ്മളുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പാലം എന്ന് പറയുന്നത് വിശ്വാസമാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം നാം ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ
ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ് പിന്നെ നമ്മെ പൊതിഞ്ഞ് ആ വിശ്വാസം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ വിശ്വാസമല്ല, മറിച്ച് ആ വിശ്വാസത്തിലൂടെ ദൈവം നമ്മിലേക്ക് ചൊരിയുന്നതായിട്ടുള്ള ദൈവിക ശക്തിയിലാണ് നാം കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നാം ക്ഷീണിക്കാത്തിടത്തോളം കാലവും ആ ദൈവിക ശക്തി നമ്മളുടെ മേൽ സമൃദ്ധിയായി ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ, സൂക്ഷിച്ചുകൊള്ളുക എന്നിങ്ങനെ. നാം അല്ല നിൽക്കുന്നത്, നാം വിശ്വാസത്താൽ, നാം കർത്താവിലുള്ള വിശ്വാസത്തിൽ നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ദൈവശക്തിയിൽ ദൈവം നമ്മെ കാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ, അല്ലേ? നമ്മളെല്ലാം ഇവിടെ എവിടെയാണ് സൂക്ഷിക്കുന്നത്? നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിൽ, ലോക്കറിൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കാൻ നമ്മളുടെ വ്യഗ്രത എന്ന് പറയുന്നത്. എന്നാൽ അതൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ അതിന് വല്ല വിലയുമുണ്ടോ? നമ്മളെല്ലാവരും പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് യാതൊരു മൂല്യവുമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ മൂല്യമുള്ളതായ ചില കാര്യങ്ങൾ സ്വർഗത്തിൽ നമുക്കായിട്ട് ദൈവം തമ്പുരാൻ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല. അങ്ങനെ ഒരു അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ സകല അവകാശങ്ങളും നമ്മളുടെ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെയും സ്വർഗത്തിലാണ്, ഈ ഭൂമിയിലല്ല. ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു, അല്ലേ? കള്ളന്മാർ തുറന്ന് ഉറുമ്പരിക്കുന്നു, ചിതലരിക്കുന്നു, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നിക്ഷേപങ്ങളെ കരുതിയിട്ട് ഒരു കാര്യവുമില്ല, മറിച്ച് സ്വർഗത്തിലാണ് നിക്ഷേപങ്ങൾ കരുതേണ്ടത്. അവിടെ ആർക്കും ഒന്നും എടുത്തുകൊണ്ട് പോകുവാനോ, അവിടെ നാശമില്ല, അവിടെ ക്ഷയമില്ല, അവിടെ മാലിന്യമില്ല, അവിടെ വാട്ടമില്ല. വാടാത്ത കിരീടങ്ങളും അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങളും നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ അവകാശത്തിനായിട്ട് തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ആ വലിയ കരുണാധിക്യ പ്രകാരം നമുക്ക് വീണ്ടും ജന്മം നൽകി നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിട്ടുണ്ട് എങ്കിൽ അത് യാതൊരു ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്തതായ ഒരു വലിയ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിട്ട് ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാകുമ്പോൾ നമ്മുടെ സകല പ്രത്യാശയും ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് വയ്ക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നുവോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും, അല്ലേ? കർത്താവ് പറഞ്ഞതായിട്ടുള്ള വാക്കാണ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നമ്മളുടെ ഹൃദയം. നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നമ്മളുടെ ഹൃദയം എവിടെ ഇരിക്കും? സ്വർഗത്തിലിരിക്കും, അല്ലേ? നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ ഭൂമിയിലാണെങ്കിൽ നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കും? ഭൂമിയിലിരിക്കും. അപ്പോൾ ബുദ്ധിയുള്ള ഒരാള് എവിടെയാണ് നിക്ഷേപങ്ങളെ സ്വരൂപിക്കുക? സ്വർഗത്തിലാണ്, അല്ലേ? സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കാം, പ്രിയമുള്ളവരെ. അപ്പോൾ വാട്ടമില്ലാത്തതുമായ അവകാശത്തിനായിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മെ രക്ഷിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ഇന്ന് അനേകരും പ്രസംഗിച്ച ആളുകളെ വശീകരിച്ച് കൂടെ കൂട്ടുന്നത് പോലെ ഈ ലോകത്തിൽ എന്തെങ്കിലും സുഖവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഒന്നും തന്നിട്ടല്ല, തരാമെന്ന് വാഗ്ദത്തം ചെയ്തുമല്ല. കർത്താവ് ഇത് അനുഭവിച്ചിട്ടില്ല. കർത്താവ് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള അപ്പസ്തോലന്മാരാരും അത് അനുഭവിച്ചിട്ടില്ല. അവര് മിക്കവാറും എല്ലാവരും തന്നെ രക്തസാക്ഷികളായി ഈ ലോകത്തിൽ നിന്ന് പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെന്തിനാണ് പ്രിയമുള്ളവരെ രക്തസാക്ഷിത്വം വരിച്ചത്? കർത്താവിനെ തള്ളിപ്പറയുവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ ഓടിച്ചെന്നതായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അവർ ധൈര്യമായിട്ട് നിന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത ആ നിത്യമായ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ ജീവന് വേണ്ടിയല്ല, ജീവിതത്തിന് വേണ്ടിയല്ല എന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ്. ശരി, തുറന്നെന്താ നമ്മളവിടെ വായിക്കുന്നത്? അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പസമയത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തെ
ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതാണ്. എന്താണ് അവിടെ പറയുന്നത്? അതിൽ നിങ്ങൾ അല്പനേരമേ ഉള്ളൂ പ്രിയമുള്ളവരെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. നമ്മളത് 10, 80, 100 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു ദീർഘമായ കാലയളവായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം അത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. കണക്കിൻ്റെ പ്രമാണം വെച്ച് നോക്കിയാൽ അല്പം എന്ന് പോലും പറയുവാനായിട്ടില്ല ഈ ലോക ജീവിതം. 0 എന്നേ പറയുവാനായിട്ടുള്ളൂ. നിത്യതയുമായിട്ട് നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിലെ 10, 100 വർഷത്തെ ഒന്ന് താരതമ്യം ചെയ്താൽ, ഒരിക്കലും അവസാനിക്കാത്തതായിട്ടുള്ള നിത്യമായ കർത്താവിനോട് കൂടിയുള്ള വാസം അതുമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ 100 വർഷം എന്ന് പറയുന്നത് ഒരു കണക്ക് അധ്യാപകനോട് ചോദിച്ചാൽ പറയും, മോനെ അതിൻ്റെ ഉത്തരം 0 എന്നാണ്. വചനം പറയുന്നത് അല്പകാലത്തേക്ക്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു നൊടി നേരത്തേക്ക്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളതൊരു നീണ്ട കാലഘട്ടത്തിലെ ഒരു ജീവിതമായിട്ടല്ല, മറിച്ച് ഇത് ഒരല്പനേരം മാത്രം ഈ ലോകവാസം. നമ്മളിങ്ങനെ പാടുമല്ലേ, അല്പനേരം മാത്രം ഈ ലോകവാസം. നമ്മളത് പാടും, പക്ഷെ പലപ്പോഴും നമ്മളത് അർത്ഥമാക്കി പാടാറില്ല എന്നുള്ളതാണ്. ഈ ലോക ജീവിതം അത് അല്പനേരത്തേക്ക് മാത്രമുള്ളൊരു ജീവിതമാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിവിടെ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ അത്ര സ്വാധീനിക്കാതെ നമ്മെ നിരാശപ്പെടുത്താതിരിക്കുന്നത്. അപ്പോൾ അല്പനേരത്തേക്കുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ നാനാ പരീക്ഷകളാൽ അല്പനേരത്തേക്ക് അല്ലെങ്കിൽ അല്പകാലത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, എന്താണ് പരീക്ഷകളുള്ള ഇവിടെ? ഏതെങ്കിലും ഒരു പരീക്ഷ എന്നാണോ? അല്ല. നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ജീവിതമാണ്. നമ്മളിവിടെ സന്തോഷം കൊണ്ട് തുള്ളി ചാടി ആർത്ത് തിമിർത്ത് അങ്ങനെ ഒരു ദുഃഖവുമില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ലൗകികന്മാരല്ലാത്തതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കും. അതുപോലെ തന്നെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ബലി കൊടുക്കേണ്ടി വരുന്നതിന് പേരിൽ നമുക്ക് ഒത്തിരി ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു ഞെരുക്കമുള്ള വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ് ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാനാ പരീക്ഷകൾ നമുക്കുണ്ടാകും. കർത്താവ് ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ടോ? ഈ ലോകത്തിൽ കർത്താവ് ഒന്നും തന്നിട്ടില്ല, ഒരു വാഗ്ദത്തവും നമുക്ക് നൽകിയിട്ടില്ല. എല്ലാം നിത്യതയിലേക്കാണ്. നാനാ പരീക്ഷകൾ നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കും, രോഗങ്ങൾ വരും, അപകടങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, ഉറ്റവർ നമ്മെ തള്ളിപ്പറയും, നാം സ്നേഹിച്ചവർ ഒരുപക്ഷെ നമ്മെ ഉപേക്ഷിക്കും. അതൊക്കെ ഈ ലോകത്തുള്ളതാണ്. എന്നാൽ ഈ ലോകത്തിൽ ഒരു പ്രതീക്ഷയും നാം വെച്ചിട്ടില്ല എങ്കിൽ അതൊന്നും നമ്മെ ബാധിക്കുകയില്ല. അപ്പോൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, അത് പ്രഥമ ദൃഷ്ടിയ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? ദുഃഖവും ആനന്ദവും ഒരേ സമയത്ത് ഒരാളിൽ ഉണ്ടാവുന്നു. അതെങ്ങനെ സാധിക്കും? നമുക്കൊക്കെ എപ്പോഴാണ് സന്തോഷമാണെങ്കിൽ സന്തോഷം, ദുഃഖമാണെങ്കിൽ ദുഃഖം, അങ്ങനെയല്ലേ പൊതുവെ നമുക്ക് തോന്നാറുള്ളത്. എന്നാൽ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ നാനാ പരീക്ഷകളാൽ നിങ്ങൾ ദുഃഖിച്ചാണ് ഇരിക്കുന്നത്, എന്നാൽ ഒരാനന്ദമുണ്ട്. പ്രിയമുള്ളവർ, അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. നാനാ പരീക്ഷകളാൽ അകത്തും പുറത്തും, പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ അകത്ത് ഭയം, പുറത്ത് ഭയം, അങ്ങനെ അകമേയും പുറമേയും ചുറ്റുപാടുമുള്ള എല്ലാ ഭയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴും, നിരാശയുടേതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നാനാ പരീക്ഷകളുടെ ഇടയിലൂടെ നാം മുമ്പോട്ട് പോകുമ്പോഴും ആനന്ദിക്കുന്നു. അതൊരു
ദൈവ പൈതലിന് മാത്രം കഴിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു, എൻ്റെ ശരീരം ക്ഷയിച്ചു, എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നിത്യതയിലേക്ക് നോക്കുമ്പോൾ പുത്രനോട് സാമ്യമുള്ള, അവനോട് സദൃശ്യന്മാരായി യാതൊരു കേടും കുറവുകളുമില്ലാത്തതായ ഒരു ശരീരത്തിന് ഉടമകളായിട്ട് നാം തീർന്ന ആ കർത്താവിനെ നാം മുഖത്തോട് മുഖം നാം കാണും. ആ ഒരു പ്രത്യാശ നമ്മളുള്ളപ്പോൾ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലേ? നാളെ എനിക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഒരു ജോലി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നതായൊരു കുഞ്ഞ് ഇപ്പോഴത്തെ അവൻ്റെ പഠനത്തിൻ്റെ അധ്വാനങ്ങളൊക്കെ അവൻ സാരമില്ല എന്ന് വയ്ക്കും. നാളെ വിളവെടുത്ത് ഭക്ഷണം കഴിക്കാമെന്ന് ആഗ്രഹിക്കുന്നതായുള്ള ഒരു കർഷകൻ ഇപ്പോഴത്തെ മഴയും മഞ്ഞും വെയിലും ചെളിയും ഒന്നും സാരമില്ല എന്ന് വയ്ക്കും. അതുപോലെ തന്നെ നിത്യതയിൽ കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവ് നമുക്ക് നൽകുന്നതായിട്ടുള്ള, വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള ആ നിത്യജീവന്റെ അവകാശം, ആ നിത്യരക്ഷയുടെ അവകാശം എനിക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് വയ്ക്കും. നമ്മൾ പാടും, കഷ്ടങ്ങൾ സാരമില്ല, അല്ലേ? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്ന് നമ്മൾ പാടും. പ്രിയമുള്ളവരെ, അത് പാടുന്നതോടൊപ്പം അതങ്ങനെ തന്നെ ഒന്ന് വെക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാരമില്ല, ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ടുള്ള ഒരു നിത്യതയുണ്ട് എന്നുള്ളത് ഓർത്ത് അതിലൊന്ന് സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ, ദുഃഖിക്കുമ്പോൾ തന്നെ ആനന്ദിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? അതൊരു ദൈവ പൈതലിന് മാത്രം ഈ ലോകത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പത്രോസ് ഇവിടെ പറയുന്നത്, ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും, 7-ാമത്തെ വാക്യം, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇവിടെ പൊന്നിനെ കുറിച്ച് നമ്മളൊക്കെ ലോകത്തിൽ വിലയേറിയതായി കാണുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പൊന്ന്, വെള്ളി, വജ്രങ്ങൾ, രക്തങ്ങൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അല്ലേ? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഈ നാനാ പരീക്ഷകളാൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എന്ന് പറയുമ്പോൾ അതെന്താണ് എന്നാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. അത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. നമ്മളുടെ വിശ്വാസത്തിൽ നമ്മെ തിളക്കമുള്ളവരാക്കി കൊണ്ടുവരുവാൻ, ഒരു തീയിലൂടെ കടത്തിവിട്ട് ഒരു പൊന്നിനകത്തെ എല്ലാ കീടങ്ങളും മാറ്റി പൊന്ന് ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്നത് പോലെ നമ്മെ ഇങ്ങനെയുള്ള പരിശോധനയിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ നമ്മളൊക്കെ തിളങ്ങുന്നവരായി നമ്മൾ പുറത്തു വരണം എന്നുള്ളതാണ് കർത്താവ് ഈ പരീക്ഷകളിലൂടെ നമ്മെ നടത്തുമ്പോൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, പ്രിയമുള്ളവർ, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത് നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളിലുണ്ടാവും. നമ്മളുടെ വിശ്വാസത്തിന്റെ കുറവുകൾ ഓരോ പരീക്ഷണങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ടുകൊണ്ട് ആ വിശ്വാസത്തിന്റെ കുറവുകൾ ഏതൊക്കെ മേഖലകളിലാണ്, നമ്മൾ വിശ്വാസത്തോട് സ്ഥിരത കൂട്ടിയിട്ടുണ്ടോ, വിശ്വാസത്തോട് പരിജ്ഞാനം കൂട്ടിയിട്ടുണ്ടോ, വിശ്വാസത്തോട് സ്നേഹം കൂട്ടിയിട്ടുണ്ടോ, വിശ്വാസത്തോട് ഇന്ദ്രിയം കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മെ കാണിച്ചു തരുന്നതായ വിശ്വാസത്തിന്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് ആ അന്ത്യത്തോളവും നമ്മളോട് കൂടെ കാണും. പക്ഷെ അത് നമ്മുടെ തിന്മയ്ക്കല്ല, അത് നമ്മുടെ നന്മയ്ക്കാണ്. അത് നന്മയ്ക്കാണ് എന്ന് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക എന്നറിയാമോ? അതും അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എപ്പോഴാണ്? വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇപ്പം നമുക്കത് മനസ്സിലാവില്ല. എന്തുകൊണ്ട് ദൈവം എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങനെയുള്ള കഷ്ടതകളിലൂടെ കടത്തിവിടുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഒരുപക്ഷെ നമ്മൾക്കിന്ന് ചോദിക്കുവാൻ സാധ്യതയുള്ളത്. നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ പെറുപെറുപ്പും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിന്നുളവാകാൻ സാധ്യതയുള്ളതായ കാര്യം. എന്നാൽ അത് അങ്ങനെയല്ല. ഈ നാനാ പരീക്ഷകൾ അനുവദിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ ദൈവിക ശുദ്ധീകരണ പരിപാടിയുണ്ട്. അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാകുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിൻ്റെ പ്രത്യക്ഷതയിലാണ് അത് മനസ്സിലാകുന്നത്. എന്തിനാണ്? അന്ന് എന്താണ് ലഭിക്കുന്നത്?
അന്ന് ലഭിക്കുന്നത് എന്താണ്? പുകഴ്ച, തേജസ്, മാനം. അത് കഷ്ടം സഹിക്കുന്നവർക്കുള്ളതാ. പുകഴ്ചയും തേജസ്സും മാനവും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിക്കുന്നു. നമ്മളിപ്പം നേരിട്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കർത്താവിനെ കാണുന്നില്ല, പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നു. പലപ്പോഴും നമുക്ക് കാണുന്നവരെ സ്നേഹിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാണാത്തവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നത് കണ്ടിട്ടല്ല, കാണാതെയാണ് നാം സ്നേഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ. എന്ന് നാം കർത്താവിനോട് ചേരുന്നുവോ അന്ന് വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തിയില്ല. നമ്മളന്ന് നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കർത്താവിനെ കാണുന്നു. എന്നാൽ നാം കർത്താവിനെ നമ്മുടെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നാം കർത്താവിനെ കാണുന്ന ആ സമയം അത് വിശ്വാസത്തിൻ്റെ അന്തമാണ്. വിശ്വാസം അന്നുകൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. എല്ലാം നമ്മൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സമയമാണ് വരുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ അന്തമായ അവസാനമായ ആത്മരക്ഷ. അതായത് നാം കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വരവെങ്കിൽ അല്ല എങ്കിൽ നമ്മുടെ ഉയർപ്പിന് ശേഷം കർത്താവിനോട് ചേർന്ന് നാം ജീവിക്കുന്ന ആ ജീവിതം വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ച് ഇരിക്കുമ്പോഴും പറഞ്ഞു തീരാത്ത മഹിമയുള്ളതായ സന്തോഷത്തോടെ ആനന്ദിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് നമുക്കൊരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രത്യാശ. അതിനുശേഷമാണ് പത്രോസ് അപ്പോസ്തലൻ ഈ രക്ഷ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ രക്ഷ എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല. ഒരുപക്ഷെ പത്രോസ് അപ്പോസ്തലൻ എഴുതുമ്പോഴും ആളുകൾക്ക് ഈ രക്ഷയെക്കുറിച്ച് അത്ര വലിയ പ്രാധാന്യമൊന്നും അങ്ങനെ അവരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലയോ എന്നുള്ളൊരു ഭയത്തിൽ നിന്നായിരിക്കും വീണ്ടും അതിനെ വിശദീകരിക്കുന്നത്. ഇത്രയെല്ലാമുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്നതായ ഒരു ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതമെങ്കിലും അപ്പോസ്തലൻ പറയുക, ഇത് ഒരു നിസ്സാര ജീവിതമല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നതായിട്ടുള്ള ഈ രക്ഷയുടെ വഴി, ഈ ജീവിതം എന്ന് പറയുന്നത് ദൂതന്മാര് അന്വേഷിച്ചിട്ട് അവർക്ക് ഒരു രക്ഷയുമില്ലാത്തതായ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പ്രവചിച്ചതായിട്ടുള്ള പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരാഞ്ഞന്വേഷിച്ചു. അവർക്കും അതിനകത്ത് താല്പര്യം തോന്നി. എന്നാൽ അവർക്കും അതന്ന് അപ്രാപ്യമായിരുന്നില്ല. പിന്നെ ആർക്കാ ഇതൊക്കെ ഇന്ന് സാധ്യമായിരിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഈ രക്ഷയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് പ്രിയമുള്ളവരെ? ദൈവത്തോട് ശത്രുത്വത്തിൽ ജീവിച്ചിരുന്നതായ, ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാതെ ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ചിരുന്നവരായ നമ്മളെ ഓരോരുത്തരെയും പുത്രന്മാരാക്കി, പുത്രിമാരാക്കി, മനുഷ്യനായ ലോകത്തിലേക്ക് വന്ന് നമ്മെ രക്ഷിച്ച കർത്താവിന് നമ്മെ സഹോദരന്മാരാക്കി. അല്ലേ? ദൈവത്തിന് സഹോദരന്മാരായി തീരുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാവുന്നതായിട്ടുള്ളൊരു വലിയ ഒരു ബന്ധമാണോ? ദൂതന്മാര് അതാണ് ഇതിലേക്ക് കുനിഞ്ഞു നോക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചത്. അവർക്കതിനകത്ത് രക്ഷയില്ല. അവർക്ക് ഈ രക്ഷ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്തില്ല. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമായിട്ടാണിത് ദൈവം നീട്ടിയത്. നമ്മുടെ രക്ഷയെ നമുക്ക് വിലമതിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ
ഈ ലോകത്തിൽ തളച്ചിടുവാനായിട്ട് നമ്മൾ നിൽക്കരുത്. ശാശ്വതമായ ഒന്നും ഈ ലോകത്തിലില്ല. ഈ ലോകത്തിൽ ഒരു നിക്ഷേപങ്ങളും നമുക്ക് ഗുണകരമായിട്ട് ഭവിക്കുകയില്ല, നിലനിൽക്കുകയുമില്ല. ഇങ്ങനെ കഷ്ടതയിലൂടെ ഈ ലോകത്തിലെ ജീവിതം കടന്നു പോകുന്നതുകൊണ്ടാണ് ദൈവം ഈ ലോകത്തിൽ സഭ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയത്. അന്യോന്യം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വസിപ്പിക്കുന്നതിനും താങ്ങുന്നതിനും പ്രബോധിപ്പിക്കുന്നതിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് നമ്മളുടെ ആശ്വാസം. നമ്മെ ഓരോരുത്തരെയും ദൈവം ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് അനേകരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് ദൈവം നമ്മളെ ആശ്വാസം ആവശ്യമുള്ളതായിട്ടുള്ള പല മേഖലകളിലൂടെയും കടത്തിവിടും. കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും നമുക്ക് കഴിയണം. നമ്മെ പിന്തിരിപ്പിക്കുവാനായിട്ട് പിശാച് ഒരു അലറുന്ന സിംഹമെന്ന പോലെ ചുറ്റി നടക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പത്രോസ് എഴുതിയ ഇതേ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റി നടക്കുന്നു. പിശാച് അനേകരെ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം എന്നതായിട്ടുള്ള പാലം അതെന്ന് നമ്മൾ വലിക്കുന്നുവോ പിന്നെ കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുവാനായിട്ട് കഴിയുകയില്ല. പിശാച് വിഴുങ്ങിയ ഒത്തിരി ആളുകളുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ പോലും പിശാച് വിഴുങ്ങിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അതൊരു പോരാട്ടമെന്നാണ്. അതിനൊരു ഓട്ടമെന്നും ഒരു യുദ്ധമെന്നും നമ്മൾ വചനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു സാധാരണ ഒരു ജീവിതം പോലെ ജീവിക്കാവുന്ന ഒരു ജീവിതമല്ല വിശ്വാസ ജീവിതം. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മോഹങ്ങളോടും നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളോട് അനുസരണക്കേടിൽ മാത്രം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീരങ്ങളിൽ അവയവങ്ങളിലുള്ള മോഹത്തോടും നമ്മുടെ ദേഹിയിലുള്ളതായിട്ടുള്ള മോഹത്തോടുമൊക്കെ ഒരു വലിയ പോരാട്ടം ദൈവാത്മാവിൻ്റെ ശക്തിയാൽ നാം കഴിക്കുമ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടത്തിൻ്റെ ജീവിതം തന്നെയാണ്. അവിടെ പരാജയപ്പെടുത്താനായിട്ട് പിശാചിന് കഴിയാതെ വരുമ്പോൾ പുറമേ നിന്നുള്ളതായിട്ടുള്ള സമ്മർദ്ദങ്ങളും തന്ത്രങ്ങളും ഭീഷണികളും പീഡനങ്ങളും കഷ്ടങ്ങളും ഒക്കെ അങ്ങനെ വരും. നമുക്കറിയാം, യോബ് ഇതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ്. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടു. യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. യോബിന് നഷ്ടപ്പെടാത്തതായി ഞാൻ വിചാരിക്കുന്നു ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഭാര്യ. പക്ഷെ ആ ഭാര്യ തന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും പോയി ചത്തുകളക, ദൈവത്തെ ഉപേക്ഷിച്ച് പോയി ചത്തുകളക എന്ന് പറയാൻ ഒരു ഭാര്യയെ മാത്രമാണ് അവശേഷിപ്പിച്ചതെന്നാൽ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞില്ല. എന്തുകൊണ്ട് കളഞ്ഞില്ല? എല്ലാം പോയാലും നിലനിൽക്കുന്ന ഒന്ന് ദൈവമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണെന്ന് യോബിനറിയാമായിരുന്നു. ഇവിടെ ഉള്ളതൊക്കെ ദൈവം തന്നതാണ്. ദൈവം തന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നൊരു ഭക്തന് പറയാനായിട്ട് സാധിക്കും. നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ കർത്താവേ, അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകിയതായ വലിയ രക്ഷയ്ക്കായിട്ട്, വീണ്ടെടുപ്പിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് അടിയങ്ങൾ നോക്കുന്ന കർത്താവേ, അങ്ങ് കരുണ ചെയ്യണം, സഹായിക്കണം.
ഈ ലോകം ഞങ്ങൾക്കുള്ളതല്ല, ഈ ലോകം പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു. ശാശ്വതമായ ഒന്നും ഈ ലോകത്തിലില്ല കർത്താവേ, ഞങ്ങളത് അങ്ങയുടെ മുമ്പാകെ ഏറ്റുപറയുന്നു. ഇവിടെ നാനാ പരീക്ഷകളാൽ ഞങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും പറഞ്ഞു തീരാത്ത സന്തോഷത്താൽ ഞങ്ങൾക്ക് നിറയുവാനും കർത്താവ് വലിയ ജീവനുള്ള പ്രത്യാശ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളോട് കരുണ കാണിക്കണം. കർത്താവെ, ഞങ്ങളെ തകർക്കുന്നതും തളർത്തുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ലോകത്തിലുണ്ടാകാം. എന്നാൽ പിതാവേ, ഞങ്ങൾക്ക് ഒന്നിനാലും കുലുങ്ങിപ്പോകാതെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കർത്താവേ, ലോകത്തിലുള്ളതൊന്നും, ഇല്ലാത്തതിനൊന്നും, ഉയരത്തിനൊന്നും ആഴത്തിനൊന്നും ഞങ്ങളിലുള്ള ദൈവസ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുവാൻ കഴിയരുത്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ഉറപ്പിക്കണം. ഞങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും അതിൽ സമ്പന്നരായി ഞങ്ങൾ ജീവിക്കുവാനും കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ധാരാളമായിട്ടുള്ള കൃപകളെ നൽകണം എന്നിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും പിതാവേ പല ശോധനകളിലൂടെ കടന്നു പോകുന്നു. കർത്താവെ, അങ്ങ് എല്ലാം അറിയുന്നു. ഞങ്ങൾക്ക് ചോദ്യം ചെയ്യുവാനായിട്ട് അവകാശമില്ല കർത്താവെ, ഞങ്ങൾക്ക് പിറുപിറുക്കുവാനായിട്ടുള്ള അവകാശമില്ല. ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഏൽപ്പിക്കുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. അങ്ങയുടെ വിശ്വസ്തതയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരുണയ്ക്കായിട്ട്, അങ്ങനെ ആശ്വസിപ്പിക്കുന്ന കരങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിലാകിയാൽ കൃപയുണ്ടായി കേൾക്കുമാറാകണം. സ്വർഗ്ഗപിതാവേ.